വിജയ്, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ നല്ല സൗഹൃദപരമായ ബന്ധമാണ്. അങ്ങനെ ഭയങ്കരപ്പെട്ട ബന്ധമല്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു ബന്ധത്തിലേക്ക് താലിബാൻ അംഗീകരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോ 8ന്റെ പണിയാണ് അഫ്ഗാന് ഇന്ത്യ കൊടുക്കാൻ പോകുന്നത്. അത് എന്തിന്റെ പേരിലാണ്? എന്താണ് സംഭവം? അഫ്ഗാനിസ്ഥാനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ഇന്ത്യ. അതായത് ഇതുവരെ പെട്ടെന്ന് ഉള്ളൊരു പ്രസ്താവനയാണ്. പക്ഷെ നമുക്കിത് പെട്ടെന്നല്ല, നമുക്കിത് ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാടുകൾ, അതായത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ പിന്തുടർന്ന് വരുന്നവർക്ക് അറിയാം ഇന്ത്യ ഇങ്ങനെ ഒരു പ്രസ്താവന ഉടനെ പറയും. അതിനുവേണ്ടി സമയം കാത്തിരിക്കുകയാണ് എന്നുള്ളത്. അതായത് അഫ്ഗാനിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത് ഭീകരവാദത്തിന് കൊടപിടിക്കരുത്. അതായത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ ഭീകരവാദികളുടെ ഒരു എന്താ പറയുക ഒരു കേന്ദ്രമായിരുന്നു. അൽ ഖ്വയ്ദ അവിടെ നിന്നാണ് ഉണ്ടായത്. അങ്ങനെ പല പല താലിബാൻ തന്നെ ഒരു തീവ്രവാദ സംഘടനയാണ്. അവിടെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പറയുന്നത് ലഷ്കർ-ഇ-തയ്ബ, ജെയ്ഷെ മുഹമ്മദ്, പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ 2 തീവ്രവാദ സംഘടനകൾ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ തമ്പടിക്കുന്നുണ്ട്, നിലയുറപ്പിക്കുന്നുണ്ട്. കാരണം ഇത് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് ഈ താലിബാൻ സർക്കാർ വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് കുറഞ്ഞു വരികയായിരുന്നു. വീണ്ടും അവിടുത്തെ ഒരു ഭരണ അനിശ്ചിതത്വം ഉണ്ടല്ലോ ഇപ്പോൾ, അതൊരു അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട്. കാരണം അവിടെ ഇപ്പൊ തന്നെ ഇടക്കാല മന്ത്രിമാരൊക്കെയാണ് ഉള്ളത്, താൽക്കാലിക മന്ത്രി, ആക്ടിംഗ് മന്ത്രികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ വിദേശകാര്യമന്ത്രി, അതായത് താൽക്കാലിക വിദേശകാര്യമന്ത്രിയായിട്ടൊക്കെ ഇന്ത്യ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ താൽക്കാലിക മന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയ അനിശ്ചിതത്വം അവിടെ ഉണ്ടെന്നുള്ളതാണ്. അതെ, അതായത് പല സ്ഥലങ്ങളിലും നേരെ ഒരു ഭരണം പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതായത് ഭരണത്തിന്റെ എന്താണ് പറയുക, ഒരു മേൽനോട്ടം എത്താത്ത സ്ഥലങ്ങൾ അഫ്ഗാനിസ്ഥാനിലുണ്ട്. അപ്പൊ ഇതിനെ മുതലെടുത്ത് അവിടെ വീണ്ടും പാകിസ്ഥാൻ ഈ പറയുന്ന തീവ്രവാദ സംഘടനകളെ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ അതായത് പാകിസ്ഥാനിൽ ഇപ്പോൾ തീവ്രവാദികളുടെ അടുത്ത് ഇവിടെ നിന്നാൽ ശരിയാവില്ല, നിങ്ങൾ സ്കൂട്ട് അയക്കുക, അമേരിക്ക ഇനി ഇവിടെ സൈന്യം അടുപ്പിക്കുന്നുണ്ട്, സൈന്യം അവിടെ കൊണ്ടുവരാൻ പോവുകയാണല്ലോ ഈ മറ്റേ ബലൂചിസ്ഥാൻ പ്രദേശങ്ങളിലേക്ക്. അത് മാത്രമല്ല ഇന്ത്യ നിലയുറപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടോ, കാരണം വല്ല മിസൈലും ഒക്കെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് തടയാനൊന്നും പറ്റില്ല. സുദർശന ചക്രമൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നീക്ക് അഫ്ഗാനിസ്ഥാനിൽ വിട്ടോ എന്ന് പറഞ്ഞ് നൈസായിട്ട് അങ്ങനെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യ ഈ ഐക്യരാഷ്ട്രസഭ കൂടിയപ്പോഴത്തേക്ക് പറഞ്ഞത്. ഇതിൽ ഇന്ത്യ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇന്ത്യ ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ, അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ ഭീകരവാദികൾ നിലയുറപ്പിക്കുന്നുണ്ട്, അതിനെതിരെ ആഗോള രാജ്യങ്ങളെല്ലാം കൂടെ അതിനെ ഒരു നിലപാടെടുക്കണം. ഈ ഭീകരവാദ സംഘടനകൾക്കെതിരെ നിലപാടെടുക്കണം, അഫ്ഗാനിസ്ഥാനെ അതിൽ നിന്ന് രക്ഷിക്കണം. അതാണ് പറയുന്നത്. ഈ അഫ്ഗാനിസ്ഥാൻ ഈ പറയുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എങ്ങനെയാണ് ഭീകരവാദ കേന്ദ്രങ്ങളായി മാറിയെന്നറിയാം. അതിന് കാരണമാരെന്നറിയാമോ? അമേരിക്കയാണ്. അത് 1967 അഫ്ഗാനിസ്ഥാനിൽ USSRും തമ്മിൽ, അന്നത്തെ USSR റഷ്യ, ഇപ്പോഴത്തെ റഷ്യ, അന്നത്തെ USSRും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയാണ്. അപ്പോൾ 67 സംഘർഷം ഉണ്ടാകുമ്പോൾ USSR ആണല്ലോ എതിർപക്ഷത്ത്. അപ്പോൾ ആർക്ക് താല്പര്യം വരും? സ്വാഭാവികമായിട്ടും അമേരിക്കയെ കൊണ്ട് ലക്ഷക്കണക്കിന് പൈസയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൊടുക്കുന്നത്. ഇവന്മാരിത് എന്ത് ചെയ്യും? ആയുധം വാങ്ങാനാണ് പൈസ കൊടുക്കുന്നത്. ഇവന്മാരിത് എന്ത് ചെയ്യും? ഇത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും. മനസ്സിലായോ? അങ്ങനെയാണ് അന്ന് രൂപപ്പെട്ട സംഘടനകളാണ്, തീവ്രവാദ സംഘടനകളാണ് പിന്നീട് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ അവിടെ ഈ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ നമ്മൾ ഈ പറയുമല്ലോ, ചില പ്രദേശങ്ങളുണ്ടല്ലോ കേരളത്തിൽ പാമ്പുകൾ കൂടുതലുള്ള പ്രദേശം, അതുപോലെ അവിടെ ചെന്നിറങ്ങി നിന്ന് നമുക്ക് നടക്കാൻ പറ്റില്ല, ഒരു പാമ്പിന്റെ കടി കൊള്ളൂ എന്ന് പറയും. അങ്ങനത്തെ ചില പ്രദേശങ്ങളുണ്ട്. അതുപോലെയാണ് പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന കുറെ തീവ്രവാദികളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അഹമ്മദ് മാഷിന്റെ ഒരു ടോക്ക് ചെയ്തപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, ജീസസ് ക്രൈസ്റ്റിന്റെ പേരിൽ പോലും ഒരു തീവ്രവാദ സംഘടന ഇവിടെ ഉണ്ടെന്ന്. അതായത് എന്റെ പേര് സിപ്പ മെസ്സിയ, അങ്ങനെ എന്താണ് അതിന്റെ പേര്, മറന്നുപോയി. യേശു ക്രിസ്തുവിന്റെ പോരാളികൾ, അങ്ങനെ തീവ്രവാദികൾ. അത് ക്രിസ്ത്യാനികൾ തീവ്രവാദികളാകുന്നത്, ക്രിസ്ത്യാനികൾ വരെ തീവ്രവാദികളാക്കുന്ന ഒരു രാജ്യം. അങ്ങനെ തീവ്രവാദികളാവും. അവിടെ ഹിന്ദുക്കളുണ്ടെങ്കിൽ അവർ തീവ്രവാദികളാവും. അതാണ് അവിടുത്തെ ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത. അപ്പം അത് നമ്മൾ ഈ സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ സത്യാവസ്ഥയാണെന്ന് അറിഞ്ഞൂടാ. ഈ വിവാഹമൊക്കെ നടക്കുമ്പോൾ ഈ പാകിസ്ഥാനിൽ ഇവര് ഈ നമ്മളിവിടെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നതിൽ ഇവർ തോക്കൊക്കെ വെച്ചാണ് പൊട്ടിക്കുന്നത്, ഈ ആഘോഷിക്കുന്നത്. അങ്ങനത്തെ ഒരു രാജ്യം ആണ് ഈ പറയുന്ന പാകിസ്ഥാൻ. അതായത് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ ആണ്, സ്കൂൾ കുട്ടിയുടെ ഇന്റർവ്യൂ. എന്താകണം? അതെനിക്ക് പാകിസ്ഥാൻ എന്താണെന്ന്, നിനക്ക് വലുതാകുമ്പോൾ നിനക്ക് എന്താകണം? അതെനിക്ക് പാകിസ്ഥാൻ സൈനികനാവണം, സൈനികനായിട്ട് ഇന്ത്യയെ നശിപ്പിക്കണം.
ഞാനും കണ്ടത്. അത് അതായത് ഒരു ഇന്ത്യൻ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സൈനികനാവണമെന്ന് പറയും, മറ്റേതെങ്കിലും രാജ്യത്തിന് നശിപ്പിക്കണമെന്നില്ല, അവനവന്റെ രാജ്യം അഭിവൃദ്ധിയിലാക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ കുട്ടിയും പറയുന്നത്. മറ്റൊരു അതായത് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും തലച്ചോറിനുള്ളിലേക്ക് കൊടുക്കുകയാണ് വിഷം. ഇതെല്ലാം ആത്യന്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മതമാണ്. നമ്മൾ അതിനെ കണ്ണടച്ച് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യയെ വെറുക്കുന്നത്? നമ്മളിങ്ങനെ ചുഴിഞ്ഞു നോക്കിപ്പോയി കഴിഞ്ഞാൽ ചോദ്യം വരും. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് മറ്റൊരു മുസ്ലിം രാജ്യത്തിനോട് വെറുപ്പില്ലാത്തത്? ഇന്ത്യയുടെ അടുത്ത് തന്നെ വെറുപ്പ് എന്താണ്? 2047 ഇത് മാറ്റണം. അതിന്റെ കാരണം കാഫിർ മതം തന്നെയാണ്. അതായത് അവിടെയുള്ള ഈ മതം തന്നെയാണ് ഇവരുടെ പ്രശ്നം. അപ്പൊ അതാണ് ഇവർ അതുകൊണ്ടാണ് ഈ രാജ്യത്തിനെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ രൂപപ്പെട്ടപ്പോൾ അതൊരു മതരാഷ്ട്രമായിട്ടല്ല രൂപപ്പെട്ടത്. അതിനകത്ത് അതൊരു എന്താ പറയുക, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടാണ്. അതേസമയം പാകിസ്ഥാൻ അങ്ങനെയല്ല, മതരാഷ്ട്രമായിട്ടാണ് രൂപപ്പെട്ടത് മതരാഷ്ട്രം അല്ലെങ്കിൽ പിന്നീട് അങ്ങനെ മാറി. എന്തായാലും പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ലഷ്കർ ഇ തൈബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ഇവരാദ്യം UN ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിക്കണം. അതിന് തടസ്സം നിൽക്കുന്നത് ഇന്ത്യ പറയുന്നുണ്ട്. അതിന് തടസ്സം നിൽക്കുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക, അതിന് തടസ്സം നിൽക്കുന്നത് ഒരേ ഒരു രാജ്യമാണ്. അതായത് ഭീകരവാദത്തിനെ നയതന്ത്രമായിട്ട് കാണുന്ന, ഭീകരവാദത്തിനെ അവരുടെ നയതന്ത്ര പോളിസി ആയിട്ട് കാണുന്ന ഒരു രാജ്യമുണ്ട് UN. ആ രാജ്യമാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്. ഏത് രാജ്യമാണെന്ന് മനസ്സിലായേ? പാകിസ്ഥാൻ. അതെ, തുപ്പി കാണിക്കാം എന്ന് പറയില്ലേ, അതാണ് പാകിസ്ഥാൻ. അതാണ് അവരുടെ നയതന്ത്ര പോളിസിയാണ് ഭീകരവാദം. നമുക്ക് ഭീകരെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പറയില്ല, അവരുടെ ആർമിയുടെ ഒരു ടീം ബി ആണ് ഭീകരവാദി. അതുകൊണ്ട് അവരുടെ മദ്രസകളിൽ മുഴുവൻ പഠിപ്പിക്കുന്നത് ഈ ഭീകര സംഘടനകളിലും തോക്കും ആയുധങ്ങളും. അതായത് അവിടെ മതവും ഈ പറയുന്ന ഭീകരവാദവും അല്ലെങ്കിൽ സൈനികരും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെയായിട്ട് മാറിയിരിക്കുന്നു. നമുക്കിവിടെ സൈനികർക്ക് അവിടെ ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ സൈനികർക്കുണ്ട്. പക്ഷെ സൈന്യവും മതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഒരു ബന്ധവും ഇല്ല. നമ്മുടെ ചില വാർ ക്രൈസ് ഉണ്ട്, സ്വാമിയെ ശരണം അയ്യപ്പ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന വാർ ക്രൈസ് ഉണ്ട്. അതിലൊക്കെ അത് ഒരു ഇതിനു വേണ്ടി ഭാരത് മാതാ കി ജയ് സ്പിരിറ്റ്. അതിനപ്പുറത്തേക്ക് ഈ സൈനികർക്ക് പള്ളിയും ഒരുപോലെ തന്നെ പള്ളിയും ക്ഷേത്രവും ക്രിസ്ത്യൻ പള്ളിയും എല്ലാം ഉള്ള ഇതാണ് ഈ സൈനിക കേന്ദ്രങ്ങൾ. പോയിട്ടുണ്ടായിരിക്കും പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് അവിടെ. അപ്പം അത് അങ്ങനെ ഒരു സൈന്യം നമ്മളെല്ലാം വേർതിരിച്ച് കൃത്യമായി, സൈന്യം വേറെ, മതം വേറെ, ഭരണകൂടം വേറെ, എല്ലാം വേർതിരിച്ചു. അവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഉണ്ട്. മതവും ഭരണകൂടം എല്ലാം ചളിഞ്ഞ് അവിയലായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഈ സൈനികരാണ് കച്ചവടം പോലും നടത്തുന്നത്. ഒരു നല്ല ശതമാനം വ്യവസായികൾ സൈനികരാണ് മൊത്തത്തിൽ. അപ്പോൾ സൈന്യമാണ് മൊത്തത്തിൽ. അതായത് ഭരണകൂടം പിടിച്ചെടുക്കുന്ന അട്ടിമറി നടക്കുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ഭീകരരുടെ സുരക്ഷിത താവളമായി അഫ്ഗാനിസ്ഥാൻ ഒരിക്കൽ കൂടെ മാറുകയാണെന്നുള്ളതാണ് ഇന്ത്യയുടെ പരാതി, ഇന്ത്യയുടെ കൺസേൺ. അപ്പോൾ ഇന്ത്യ പറയുന്നുണ്ട് അതിനൊരിക്കലും അനുവദിച്ചില്ല. അത് മറ്റൊരു കാരണം കൂടെ പറയുന്നുണ്ട്. ഇന്ത്യക്ക് മാത്രമല്ല ഭീഷണി, ഈ പശ്ചിമ ഏഷ്യ, മധ്യ ഏഷ്യയിലോട്ടേക്ക് അഫ്ഗാനിസ്ഥാൻ തീവ്രവാദ കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ പശ്ചിമ ഏഷ്യയിലോട്ടും കൂടെ വ്യാപിക്കും തീവ്രവാദം. പശ്ചിമേഷ്യയിൽ ആരുണ്ട് അറിയാലോ? ഇസ്രയേല്, പാലസ്തീന്, ഈ രാജ്യങ്ങളാണൊക്കെ ഉള്ളത്. അവിടെയൊക്കെ ഉള്ളത് സൗദി, പിന്നെ നമ്മള് ഖത്തർ. അതെ, ഈ സമാധാനം നഷ്ടപ്പെടുകയല്ലേ, സമാധാനം നഷ്ടപ്പെടും. അപ്പൊ നമ്മളൊരു രോഗം ഉണ്ടായി കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാളും അത് വരാതെ നോക്കുന്നതല്ലേ. അതാണ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത്. ഇന്ത്യ അതാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഈ സെക്യൂരിറ്റി കൗൺസിലിലാണ് ഇത് ഉന്നയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ശക്തിയുക്തം പോരാടും എന്നുള്ളത് ഇന്ത്യ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതിന് എന്താണ് ഇത് നിലപാട് അറിയിക്കുക, പാകിസ്ഥാൻ മനഃപൂർവ്വം അതിന് ഇത്തരത്തിൽ വിട്ടു നിൽക്കുകയാണ്. ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോളിസി പാസ്സാക്കാൻ പറ്റില്ല. അതാണ് UN അവസ്ഥ. അപ്പോൾ അത് ഈ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്ത് ഇന്ത്യ മുമ്പോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അഫ്ഗാനിസ്ഥാനിൽ ഒരു ശക്തമായ ഭരണകൂടം ഉണ്ടാകുന്നത് വരെ തൽക്കാലം ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാന് വേണ്ടി സംസാരിക്കേണ്ടി വരും.